കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാസ്തയാണല്ലോ മാക്രോണി. എല്ലാവരുടെയും ഫേവറേറ്റുമാണ്. അത് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ നമുക്കത് നല്ല ചൈനീസ് സ്റ്റൈലിൽ ചില്ലി ചിക്കൻ മാക്രോണി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രുചിയാണ് ഇതിന്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയായിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ മാക്രോണി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കുരുമുളകും ചിക്കനിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു 15 മിനിറ്റ് ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മക്കറോണി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മക്കറോണി പരസ്പരം ഒട്ടിപ്പിടിക്കുന്നത് കുറഞ്ഞു കിട്ടും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും യൂസ് ചെയ്യാം. എന്നിട്ട് വെള്ളം നല്ലപോലെ ഇങ്ങനെ വെട്ടിത്തിളക്കുന്ന സമയത്ത് 2 കപ്പ് മാക്കറോണിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളത്തിലേക്ക് ഈ മാക്കറോണി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വെന്തൊരു 75% വെന്ത് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാണ്. ഉപ്പ് ചേർത്ത് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒന്നുകൂടി നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കാം. വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചില്ലി ചിക്കൻ മാക്രോണി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ വാടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ചിക്കൻ ചേർത്തിട്ട് 2 മിനിറ്റ് സമയമെങ്കിലും ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളർ വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ചിക്കൻ വെന്തോളും. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ ഞാൻ ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ വേറെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയൻ ഈ സൈഡിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയാൽ മതി. കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചത്. ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു പച്ച ചുവ മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ചിക്കൻ്റെ കൂടെ സ്പ്രിംഗ് ഓണിയനും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ വരെ ചില്ലി സോസും കൂടി ചേർക്കാം. ഞാനിവിടെ ഹോട്ട് സോസാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം നല്ല ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇത് രണ്ടും നമ്മുടെ ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് വരെ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ക്യാപ്സിക്കം കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരണം. 1 മിനിറ്റ് മതി കേട്ടോ, കുറേ സമയമൊന്നും വേണ്ട. 1 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ക്യാപ്സിക്കം നല്ല സോഫ്റ്റായി കിട്ടും. അത്ര വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട്
അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവിയിലേക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ ഈ സമയത്തും ഞാൻ നല്ല തിളപ്പിച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ സോയാ സോസൊക്കെ ചേർത്തതുകൊണ്ട് ഉപ്പ് കുറച്ചുണ്ടാവും. അതിനനുസരിച്ച് മാത്രം നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ വേവിച്ച് വെച്ച മാക്രോണി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ആ ചൈനീസ് സ്റ്റൈലിൽ തന്നെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളറും ഒക്കെ കൂടി ആയപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ മാക്രോണി റെസിപ്പിയാണ്. അപ്പോൾ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ വെള്ള കളറിലുള്ള ഭാഗം ചേർത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റാണ് ഗ്രീൻ കളറിലുള്ള ഭാഗം ചേർത്തത്. എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചിയേറിയ ഒരു പാസ്ത റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്